ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ ആത്മീയമായ ഒരുക്കത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കാൻ കടന്നു വരുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രികാലം ഞങ്ങൾക്ക് സുഖകരമായിട്ടുള്ള നിദ്ര നൽകി ഈ ഒരു പുതിയ പ്രഭാതം കാണുവാൻ, പകൽക്കാലം കാണുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ഈ നാളുകളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് നീ കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ ഭാരങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിലൊക്കെ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ നാളുകളിലൊക്കെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ അവിടുന്ന് കർത്താവെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളിൽ പലരും ശാരീരികമായി സുഖമില്ലാത്തവരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലുള്ള പലവിധമായ പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവെ ഒരുപാട് പേർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവരെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അലട്ടുന്ന, ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ അവിടുത്തെ പ്രവർത്തിക്കണമേ. കർത്താവെ, സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ സ്വഭാവങ്ങളെയും ഞങ്ങളുടെ സമീപനങ്ങളെയും ഒക്കെ തിരുത്തുവാൻ, മാറ്റുവാൻ കർത്താവെ, അതുവഴി ആത്മീയമായ കൃപകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വാസത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ അവർ കടന്നു വന്നിരിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ജീവിത പശ്ചാത്തലങ്ങൾ എന്താണെന്ന്, അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് അവിടുന്ന് നന്നായിട്ട് അറിയുന്നതിനായി സ്തോത്രം. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും തിരുസാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകണമേ. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ചുറ്റുപാടുകളുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഇടിവിൽ നിൽപ്പാൻ, പ്രാർത്ഥനയോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് കൂട്ടി യോജിപ്പിക്കണം. ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലതും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് അഞ്ജു നിഷാന്താണ്. ഇപ്പോൾ അഞ്ജു പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതിനെ തുടർന്ന് മിസ്സസ് ആലീസ് രാജൻ, ആലീസ് ആൻറ്റി 25-ാം സങ്കീർത്തനം വായിക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആമുഖമായിട്ട്. ഇപ്പോൾ അഞ്ജു പാട്ടുകൾക്ക് നേതൃത്വം നൽകും. കേൾക്കാം. യെസ്. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് സോങ് എന്നുള്ളമേ സ്തുതിക്കാൻ നീ പറഞ്ഞേ. എന്നുള്ളമേ സ്തുതിക്കാൻ നീ പറഞ്ഞേ, തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്നൊരിടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി തന്റെ
തവ മോക്ഷമാർഗം തുറന്നു തന്റെ തവ മോക്ഷമാർഗം തുറന്നു എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു പാരം കേടുമ്പോൾ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ ദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം ചുമന്നു നിന്നെ ചുമന്നു എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗം നന്ദിയോടെ ദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം അതിശയമേ അതിശയമേ എന്നുള്ള മകൾക്കായി സ്തുതിക്കാം ദിനവും നന്ദിയോ പാടി പുകഴ്ത്താം ദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. അഞ്ജുവിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. പാട്ടിന്റെ കുറെ അധികം ഭാഗം കേൾക്കുന്നില്ല. റേഞ്ചിന്റെ വല്ല പ്രോബ്ലം ഉണ്ടോ? റേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നു. റേഞ്ച് കിട്ടുന്നിടത്തോട്ട് വല്ലതും ഒന്ന് മാറിയിരിക്കാമോ? അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ടങ്ങ് കേൾക്കുന്നില്ല, വോയിസ് ഒട്ടും ബ്രേക്ക് കിട്ടുന്നില്ല. ഓക്കെ, മാറിയിരിക്കാം. മാറിയിരുന്നിട്ട് അടുത്ത പാട്ട് പാടാം.
ഇപ്പൊ കേക്കാമോ അച്ഛാ? ഇപ്പൊ കേക്കാമോ? അഞ്ജു ആദ്യം സംസാരിച്ചപ്പോഴും കേൾക്കാമായിരുന്നു, പക്ഷെ പാട്ട് പാടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ക്ലിയറാ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് സോങ് ലോകെ ഞാൻ എന്നോട്ടം തികച്ചു. ലോകെ ഞാൻ എന്നോട്ടം തികച്ചു, സ്വർഗവിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പാരനേശുരാജൻ സന്നിധം പറന്നിടും ഞാൻ മറുരൂപമായി പാരനേശുരാജൻ സന്നിധം ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. ഏറെ നാളായി കാണാൻ ആശയായി ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടും ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി എന്റെ ായ സിദ്ധന്മാർ ജീവനും വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയ മുൻപിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാ ഞാൻ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. ഹലോ ഹലോ അഞ്ജു, പാട്ട് കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞു അച്ഛാ, കേട്ടില്ല. ഇല്ലില്ല, സെയിം പ്രോബ്ലം തന്നെ ആയിരുന്നു. സാരമില്ല, എനിക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ആലീസ് രാജൻ ആൻറ്റി സങ്കീർത്തനം വായിക്കും, Psalm 25.
അലിസാൻഡി അൺമ്യൂട്ട് ചെയ്യണേ, കേൾക്കത്തില്ല. ഹലോ, ഹലോ അച്ഛാ, കേക്കാവോ? ഇപ്പൊ കേൾക്കാം ആൻറ്റി. സാംസ് 25 സങ്കീർത്തനം. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാവുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടേ പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാവങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമം സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. യഹോവേ, നിന്റെ അകൃത്യം വലിയത്. നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണെപ്പോഴും യഹോവയിങ്കലേക്കാവുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിനാദ്വേഷത്തോടെ എന്നെ ദോഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്തെന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ, പല ഇടങ്ങളിൽ ആണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന്, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് സഹായിക്കുന്ന, അതിന് ദൈവം നമുക്ക് നൽകുന്ന ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചതിനായി, നമ്മളെ വഴി നടത്തിയതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ വിടുവിച്ചു, നമ്മളെ പരിപാലിച്ചു, നമ്മളെ നടത്തുന്നു. നമ്മളിൽ പലരും ശാരീരികമായി സുഖമില്ലാത്തവരാണ്. കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രതികൂലങ്ങളിലൊക്കെ അവർ രോഗാവസ്ഥയിലൂടെ, ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നല്ലോ. അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവം നമ്മളെ പരിപാലിക്കുന്ന, ദൈവം നമ്മളെ പുലർത്തുന്ന, ദൈവം നമ്മെ വഴി നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ അമിതമായ കൃപയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും നമ്മളോട് കൂടെ ഇരിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം നമ്മെ നടത്തണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ ദൈവം നമ്മെ സഭയായി അനുഗ്രഹീതമായി മുൻപോട്ട് നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. 1957 മുതൽ ആരംഭിച്ച നമ്മളുടെ വിശ്വാസ യാത്രയിൽ ദൈവത്തിൻ്റെ വലിയ കൃപ, ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ ദൈവം നമ്മളെ പുലർത്തുന്നല്ലോ, നമ്മെ പരിപാലിക്കുന്നല്ലോ. ആ വലിയ ദൈവകൃപയ്ക്കായിട്ട്
സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ആലയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കൂടി ആരാധിപ്പാനുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് നൽകുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയുടെ, നമ്മുടെ ആലയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് നന്ദിയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയ ഒരു സഭയായി, കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ പശ്ചാത്തലങ്ങളെയും, എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഓർക്കാം. നമുക്ക് വ്യത്യസ്തമായ സാമൂഹിക സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, നമ്മളുടെ ജീവിതാവസ്ഥകളൊക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ വ്യത്യസ്തതകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ അതേസമയം തന്നെ നമ്മളിൽ ബലഹീനരായിരിക്കുന്നവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പലവിധമായ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മളത് അറിയുന്നുണ്ടാവാം. മിക്കപ്പോഴും ഈ വലിയ നഗരത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ടാവാം. പലപ്പോഴും നമ്മൾ വലിയ അടുപ്പത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മറ്റുള്ളവരോട് പലപ്പോഴും നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുന്നില്ല. അതൊക്കെ നമ്മുടെ പരിമിതികളാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവം നമ്മെ സഭയായിട്ട് മുൻപോട്ട് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബങ്ങളുടെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. മറ്റ് പലവിധമായ അസമാധാനങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും, അവരുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടും, അവരുടെ വിടുതലിന് വേണ്ടിയിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവയാൽ നയിക്കുന്ന കുടുംബങ്ങളായിട്ട് തീരുവാനായിട്ട്, കുടുംബമായി യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ സഭയിൽ പ്രായാധിക്യത്തിൻ്റെ ക്ഷീണമുള്ള, രോഗാവസ്ഥയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോവുകയാണല്ലോ. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകളും ഭവനത്തിൽ ദീർഘനാളുകളായിട്ടായിരിക്കുന്നല്ലോ. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട മകൾക്ക് വേണ്ട സൗഖ്യവും ബലവും വിടുതലും ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും സുശീൽ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും ലില്ലി ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി, ആലീസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്യൂൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോയി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 1-2 ദിവസങ്ങൾ ഡോക്ടർ അങ്കിള് ഹോസ്പിറ്റലിലായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ. എന്നാൽ ദൈവം കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഭവനത്തിൽ മടങ്ങി വരുവാൻ ദൈവം സഹായിച്ച് പൂർണ്ണ ആശ്വാസം പ്രിയപ്പെട്ട ദാസന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. CI ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അങ്കിളിന് ഈ നാളുകളിൽ ദൈവം ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ, പൂർണ്ണമായ ആശ്വാസവും ബലവും നൽകണമേ എന്ന് അന്നമ്മ ജേക്കബ് ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അങ്കിളിനെ പരിപാലിപ്പാൻ, ശുശ്രൂഷിപ്പാനുള്ള കൃപ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസി ബാംഗ്ലൂരാണല്ലോ മകളോടൊപ്പം. ആൻറ്റിയുടെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷമലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകനും ദീർഘനാളുകളായിട്ട് ഭവനത്തിൽ ആണല്ലോ, ശാരീരികമായ ബലഹീനതകളിൽ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് രാജൻ ജോൺ അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഹൈദരാബാദിൽ അടുത്ത ആഴ്ചയിൽ തിരികെ വീണ്ടും നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നാട്ടിൽ അവരുടെ ഭവനത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ
വളരെ വേഗം പൂർത്തിയാക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസിയുടെ വലത് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പ്രിയപ്പെട്ട ആൻറ്റിക്ക് തിരികെ ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട മകന് വേണ്ട സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ പ്രയാസമാണല്ലോ പ്രിയപ്പെട്ട അങ്കിളിന് വേണ്ട സൗഖ്യവും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ ബലഹീനതയിലും പ്രായത്തിൻ്റെ ബലഹീനതയിലുമൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ പ്രിയപ്പെട്ട മകനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രതിഭ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും പ്രിയപ്പെട്ട മകൾക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ഈ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും വിടുതലും ദൈവം ഈ നാളുകളിൽ ധാരാളമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അറിവിൽപ്പെട്ടവർ, അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഒരുപാട് പേര് ഈ നാളുകളിലൊക്കെ രോഗം ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ്. ഒരുപാട് പൈസ ചിലവുള്ളതാണ്. എല്ലാവർക്കും ആ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും അഫോർഡബിൾ അല്ല. രോഗത്തെക്കാൾ ഉപരി ചികിത്സയിലൂടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് അവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ അനേകം ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടല്ലോ, അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവരെയൊക്കെ ദൈവം കൂടുതലായിട്ട് ആരോഗ്യം നൽകി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പലവിധമായ മെഡിക്കൽ പ്രൊസീജിയറിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. സർജറികളൊക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ട്. പ്രത്യേകമായിട്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മൈനറായിട്ടുള്ള സർജറികൾ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിടുതലും സൗഖ്യവും ആശ്വാസവും നൽകണം. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ബിജു തോമസിൻ്റെ ഭവനം, അതുപോലെ തന്നെ ഷായിച്ചാൻ്റെ ഭവനം, സുജയുടെ ഭവനം, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ആ ഭവനങ്ങളെല്ലാം കടന്നുപോയി. നാട്ടിലൊക്കെ പോയി പ്രിയ പിതാക്കന്മാരുടെയും മാതാവിൻ്റെയും ഒക്കെ സംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞവർ തിരികെ ഹൈദരാബാദിലേക്കൊക്കെ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ വേണ്ട എല്ലാ ആശ്വാസവും സമാധാനവും ദൈവം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പലവിധമായ പ്രയാസങ്ങളിലൂടെ മറ്റ് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മുടെ അറിവിൽപ്പെട്ടവരുണ്ട് നാട്ടിലൊക്കെ. ആ കുടുംബങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ പരീക്ഷ കടന്നു വരുന്നു. ആ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഓസ്റ്റിന് വേണ്ടി, നെയ്ത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവർ ബോർഡ് എക്സാമിന് മാത്രമല്ല കോമ്പറ്റീറ്റീവ് എൻട്രൻസ് എക്സാംസിനൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ദൈവം കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവകൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ, നന്നായിട്ട് പഠിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അമിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സിൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ജോനത്താന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് ദൈവം സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. പുതിയ ക്ലാസ്സിലേക്കൊക്കെ വർഷാവസാന പരീക്ഷയാണല്ലോ, അതൊക്കെ നന്നായിട്ട് എഴുതുവാനായിട്ട് ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്കൂളുകളിലെ ടീച്ചർമാരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അവരുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ ദൈവം മാനിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഹൈദരാബാദിലെ പല കോളേജസിലും പഠിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പല നഗരങ്ങളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമുക്ക് ഓർക്കാം.
വിദേശങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ കുഞ്ഞുങ്ങളുടെ പഠനത്തെയൊക്കെ അനുഗ്രഹിക്കണമേ. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഏറ്റവും അനുഗ്രഹമായി പൂർത്തിയാക്കുവാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ദൂരങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവിടെ ശ്രദ്ധയൊന്നും മാറിപ്പോകാതെ അവരൊക്കെ ദൈവ വഴിയിലൊക്കെ ദൈവഭക്തിയോടുകൂടെയൊക്കെ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പല നഗരങ്ങളിലുമൊക്കെ പോയി പഠിച്ചിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലൊക്കെ വളരെ ക്രൂരമായിട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ സ്വാധീന വലയത്തിലൊക്കെ പെട്ടുപോകുന്നതും അവരൊക്കെ ചെയ്യുന്ന ക്രൂരതകളുമൊക്കെ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലുമൊക്കെ വായിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നശിച്ചു പോകാതെ നല്ല വഴികളിലൊക്കെ അവരൊക്കെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലെ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ, യങ് കപ്പിൾസ്, അവരെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയോട് ചേർന്ന് സഭയുടെ ശുശ്രൂഷയിലും സഭയുടെ ആവശ്യങ്ങളിലും ഒക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയാണല്ലോ. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് IT ഫീൽഡിൽ, മാനേജ്മെന്റ് ഫീൽഡിൽ, മാർക്കറ്റിങ്ങിൽ, അങ്ങനെ ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്നവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പ്രതികൂലങ്ങളിലൊന്നും അവർ തളർന്നു പോകാതെ വളരെ ധൈര്യത്തോടെ അവരുടെ പ്രതികൂലങ്ങളൊക്കെ അതിജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ വളരെ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം അവരെ ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഇടയിലൊന്നും കുടുംബജീവിതം പ്രതിസന്ധിയിലായി പോകാതെ ദൈവത്തോട് ചേർന്ന് അവർ ജീവിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ പരസ്പരം സ്നേഹിച്ചും കരുതിയും ക്ഷമിച്ചും മുൻപോട്ട് കുടുംബജീവിതത്തെ മുൻപോട്ട് നയിപ്പാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സന്ദർശിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണല്ലോ. അതിനൊക്കെ നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചതിലൊക്കെ പ്രവേശിപ്പാൻ ദൈവം സഹായിക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിലാഷിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ട ദൈവകൃപയും അനുഗ്രഹങ്ങളും ഒക്കെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ അവരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ് തലമുറകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അവർക്ക് അനുഗ്രഹിക്കണമേ, അവർക്ക് തലമുറകളെ ദൈവം നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ നന്മയാണല്ലോ. വൈദ്യശാസ്ത്രവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഒരു പരിധി വരെയാണ്. ഇതിനപ്പുറത്ത് ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അവർ നിരാശപ്പെട്ടു പോകാതെ, അവർ തളർന്നു പോകാതെ, അവർ വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ദൈവം അവരോട് കൂടെ ഇരുന്നു. എന്നാലും മുൻപോട്ട് പോകുവാനുള്ള വലിയ ദൈവകൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതെ ജീവിതത്തെ വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് നയിപ്പാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്യാരിയിങ് ആയിട്ടുള്ള, പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരിയുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നല്ലോ. അത് പ്രിയ മകൾക്ക് വേണ്ട എല്ലാ ബലവും കൃപയും ദൈവം നൽകണമേ, ആരോഗ്യവും കൃപകളും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിവിയയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട ദൈവകൃപ കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ പേര് പറഞ്ഞവരുടെ കൂട്ടത്തിൽ PP ഫിലിപ്പ് അങ്കിളിൻ്റെയും ചാച്ചിമ്മയാനുടെയും പേര് വിട്ടുപോയി. അവരെ
പ്രത്യേകമായിട്ട് ഓർക്കാൻ ദൈവം അവർക്കൊക്കെ വേണ്ടിയുള്ള ദൈവകൃപയും അനുഗ്രഹങ്ങളും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ BHEL ഹൈടെക് സിറ്റി ഏരിയയുടെ പ്രാർത്ഥന, അവിടെ ആരാധന തുടങ്ങിയിട്ട് 5 വർഷമാകുകയാണല്ലോ ഈ ഞായറാഴ്ച. പ്രത്യേകിച്ച് ആ സ്ഥലത്തുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. അവിടുത്തെ മാസത്തിലൊരിക്കൽ നടക്കുന്ന വിശുദ്ധ ആരാധനയുടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഭാവിയിൽ ഒരു കോൺഗ്രിഗേഷനായിട്ടൊക്കെ വളരാനായിട്ടുള്ള ദൈവകൃപ ഉണ്ടാകണമേ. നമ്മുടെ CSI സഭകൾ, കൂട്ടായ്മകളൊക്കെ നമ്മുടെ ഈ നഗരത്തിൻ്റെ പലയിടങ്ങളിലൊക്കെ വളരെ ശക്തിപ്പെടുവാൻ, കൂടുതൽ ആളുകൾ അതിലൊക്കെ പങ്കാളികളായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച 5ാമത്തെ വാർഷിക സ്തോത്ര ശുശ്രൂഷ നടക്കുകയാണല്ലോ. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ചയിൽ നമ്മുടെ സഭയുടെ വാർഷിക റിട്രീറ്റും കൺവെൻഷനുകളും ഒക്കെ നടക്കുകയാണല്ലോ. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വചന ശുശ്രൂഷയൊക്കെ നമുക്ക് സഭയ്ക്ക് മൊത്തത്തിൽ അനുഗ്രഹമാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഫെബ്രുവരി മാസം 2ാം ഞായറാഴ്ച നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ദൈവം അതൊക്കെ അനുഗ്രഹമായിട്ട് പുതിയൊരു അക്കാഡമിക് ഇയർ ഏറ്റവും സന്തോഷകരമായി തീരുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ സൺഡേ സ്കൂള് പഠനം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ, വേദപുസ്തകമൊക്കെ നന്നായി പഠിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെ വളരെ സമർപ്പണത്തോടു കൂടി ആ ശുശ്രൂഷ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തെലങ്കാന സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ അനുഗ്രഹത്തോടെ മുൻപോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ഒരുപാട് ദർശനമുള്ള ഒരു സഭയാണ്. സുവിശേഷ വിഹിത സഭയാണ്. പലയിടങ്ങളിലും മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, മിഷണറി പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സഭയാണ്. എന്നാൽ ഈ നാളുകളിലൊക്കെ സഭയുടെ ദർശനമൊക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആത്മീയമായ നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ ശക്തി. മനുഷ്യരുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ, വിടുവിക്കുവാനൊക്കെ പ്രാർത്ഥനയ്ക്ക് അമിതമായ ശക്തിയുണ്ടല്ലോ. നമ്മുടെ സഭയോട് ദൈവം മനസ്സലിവ് തോന്നണമേ, കൃപ തോന്നണമേ, ദയ തോന്നണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മഹായിടോകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. എല്ലാ ബിഷപ്സിനും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പട്ടക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, ഇവാഞ്ചലിസ്റ്റിന് വേണ്ടിയിട്ട്, മിഷണറിമാർക്ക് വേണ്ടിയിട്ട്, സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ ഭാരതത്തിൻ്റെ പലയിടങ്ങളിലും വലിയ സ്പിരിച്വൽ റിവൈവൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ പലപ്പോഴും പാരമ്പര്യ സഭകൾ പലപ്പോഴും വളരെ തളർച്ചയിലേക്കും തകർച്ചയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എന്താണ് അതിൻ്റെയൊക്കെ കാരണമെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ട് ഒരു ആധ്യാത്മികമായ ഉണർവും നവീകരണവും ഒക്കെ സഭയിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ വയൽ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ശുശ്രൂഷകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായി നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ദൈവ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ സഭയ്ക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ നേതൃത്വം നൽകിയ എല്ലാ അച്ഛന്മാരെയും ശുശ്രൂഷകരെയും ഒക്കെ നമുക്ക് ഓർക്കാം. അവരുടെ സേവനങ്ങളെയൊക്കെ ഓർക്കാം. അവരെയൊക്കെ ദൈവം അയച്ചിരിക്കുന്ന ഇടങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ എല്ലാ പൂർവികരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കന്മാരെ, അവരെ നമുക്ക് ഓർക്കാം. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമുക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിക്കാം. ദൈവം
നമ്മുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മളെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും ജീവിത പ്രയാസങ്ങളും നമുക്ക് ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. ദൈവം നമ്മളോട് മനസ്സിലിവ് തോന്നണമേ, നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കണമേ. നമ്മളിലെ പകയും പിണക്കവും വിദ്വേഷവും വെറുപ്പുമൊക്കെ മാറി നമ്മളെല്ലാം സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഒന്നായി ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മുതിർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സുഷി ആൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാമല്ലോ? കേൾക്കാം ആൻറ്റി. യെസ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവശക്തനും ഞങ്ങളെ അതിമഹത്വമായി സ്നേഹിക്കുന്ന പൊന്നുപിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി കടന്നു വരാൻ തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. യാതൊരു യോഗ്യതയുമില്ലായിരുന്ന ഞങ്ങളെ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നിന്റെ മക്കളാക്കി തീർത്ത കൃപയോർത്ത് സ്തുതിക്കുന്നു നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കേട്ട് ഞങ്ങളോട് കർത്താവേ അവിടുന്ന് കനിവും കരുണയും തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, അച്ഛൻ കർത്താവേ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുത്തെ സന്നിധിയിൽ പറഞ്ഞത് ഓരോന്നും കർത്താവേ അടിയൻ വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഒന്നും മറന്നുപോകാതെ എല്ലാം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം അടിയനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ഹൈദരാബാദിൽ ഞങ്ങൾക്ക് കർത്താവേ നിന്നെ ആരാധിക്കുവാനായിട്ട് തന്ന കർത്താവേ കൂട്ടത്തിനായി സഭയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പല നാളുകളായി ഞങ്ങളെ കർത്താവെ ശുശ്രൂഷിച്ചു പോയ സകല അച്ഛന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഇവരൊക്കെ എവിടെയായിരിക്കുന്നു, അവരുടെ അവസ്ഥയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ സർവ്വവും അറിയുന്ന ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇപ്പോൾ ഞങ്ങളെ ശുശ്രൂഷയിൽ ഞങ്ങളെ കർത്താവെ വഴി നടത്തുന്ന കർത്താവെ ജോസഫ് അച്ഛനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കൊച്ചമ്മയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശരീര അസ്വസ്ഥതകൾ കർത്താവെ 2-3 മാസങ്ങളായിട്ട് കർത്താവെ കൊച്ചമ്മ ഭാരപ്പെടുന്നുണ്ടല്ലോ കർത്താവെ. തക്കതായ കാരണം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവെ ദൈവമേ അവിടുന്ന് സഹായിക്കണം. അങ്ങനെ കർത്താവെ ശരിയായ രീതിയിലുള്ള മരുന്ന് എന്തെന്ന് കണ്ടുപിടിച്ച് കർത്താവെ പൂർണ്ണമായിട്ട് ആ ശരീരത്തിൽ നിന്നും ആ രോഗം മാറുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് രോഗസൗഖ്യദായകനാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളുടെയും ആവശ്യങ്ങളെ കർത്താവെ ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവമേ അവിടുന്ന് അറിയുന്നു. ഞങ്ങൾക്ക് കർത്താവെ അറിയത്തില്ല അവരുടെ അവസ്ഥ എന്തെന്നോ ഏത് വിഷയത്തിന്മേൽ അവർ ഭാരപ്പെടുന്നെന്നോ ഞങ്ങൾ അറിയുന്നില്ലപ്പ. എന്നാൽ നീ അവിടുന്ന് അറിയുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നത് വെറും ഒരു ക്രിയയായിട്ട് തീർക്കാതെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും കർത്താവെ നിന്നോട് നിലവിളിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് സഹായിക്കണമേ. ദൈവീക പരിജ്ഞാനത്തിൽ ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ പ്രായത്തിന്റെ അസ്വസ്ഥകളെ ശരീര അസ്വസ്ഥകളാൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളെയും ദൈവമേ പേരുപേരായിട്ട് കർത്താവെ അച്ഛൻ പറഞ്ഞത് അടിയൻ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, ഓർപ്പിക്കുന്നു. കർത്താവെ ശരീര സൗഖ്യം വേണ്ടവർക്ക് ശരീര സൗഖ്യം കൊടുക്കണമേ. അവിടുന്ന് കൈപിടിച്ച് നടത്തിക്കൊള്ളണമേ. കർത്താവെ ദൈവപരിജ്ഞാനത്തില് ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കർത്താവെ ആയിരിക്കാൻ ഞങ്ങളുടെ സഭയായിട്ടും കുടുംബങ്ങളായിട്ടും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വളരെ കർത്താവെ ദർശനത്തോടുകൂടി തുടങ്ങിയ ഒരു സഭയാണ് CSI സഭ. എന്നാൽ കർത്താവെ അച്ഛൻ പറഞ്ഞതുപോലെ അതിന്റെ ആ ദർശനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ അടിയങ്ങളോട് അവിടുന്ന് കനിഞ്ഞ് കർത്താവെ സഭയുടെ അധ്യക്ഷന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നവരുടെ ഒക്കെയും ഹൃദയങ്ങളിൽ ദൈവീക പരിജ്ഞാനം കൊണ്ട് കർത്താവെ അവിടുന്ന് നിറച്ച് കർത്താവെ ഈ ലോകത്തിൽ കാണുന്നതൊന്നുമല്ല കർത്താവെ ഒരു നിത്യതയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ലോകത്തിൽ അവരായിരിക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവീക പരിജ്ഞാനത്താൽ അവരെയൊക്കെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭ വീണ്ടും കർത്താവെ ദർശനത്തിന്റെ ഉണർവിൽ
കർത്താവെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവെ മിഷണറി സഭയായിരുന്നല്ലോ. വളരെ ദേശത്തിന്റെ പല സ്ഥലത്തും കർത്താവെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം നീ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ നിലവിലിരിക്കുന്ന ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സകല വ്യക്തികളെയും, അച്ഛന്മാരെയും കുടുംബങ്ങളെയും സിസ്റ്റർമാരെയും ഒക്കെയും സമർപ്പിക്കുന്നു. കർത്താവെ അന്ത്യകാലത്ത് കർത്താവെ ദൈവദർശനമുള്ള ഒരു സഭയായിട്ട്, കർത്താവെ ദൈവത്തിന് വേണ്ടി കർത്താവെ അന്ത്യനാളുകളിൽ നിലനിൽക്കുന്ന ഒരു സഭയായിട്ട് ഞങ്ങളുടെ CSI സഭയെ അവിടുന്ന് വീണ്ടും കർത്താവെ വാർത്തെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ പിതാവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഈ ലോകത്തിന് അനുരൂപരായി കർത്താവെ ഞങ്ങളുടെ തലമുറകളൊന്നും ദൈവമില്ലാത്തവരായി നശിച്ചു പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക പരിജ്ഞാനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ കർത്താവെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയായിട്ട് നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ഞങ്ങളുടെ സഭയിലെ കർത്താവെ ആത്മീയമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ചർച്ച് കമ്മിറ്റി, കൊയർ, യൂത്ത്, സൺഡേ സ്കൂൾ, ഇതൊക്കെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അവിടെയൊക്കെയും പ്രവർത്തിക്കുന്നവര് ആത്മീയമായിട്ട് കർത്താവെ ദൈവ സ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ കർത്താവെ സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങളുടെ സഭ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഐക്യതയില്ലാത്തടത്ത് ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കത്തില്ലല്ലോ. അവിടുന്ന് കർത്താവെ ഞങ്ങൾ വെറും ഒരു കൂട്ടമായിട്ട് കടന്നു വന്നു പോകുന്നവരായിട്ട് കർത്താവെ ഒരു സോഷ്യൽ ഗാദറിംഗ് പോലെ കടന്നു വന്ന് കൂടി പോകുന്നവരായിട്ട് ഞങ്ങളെ തീർക്കരുതേ. കർത്താവെ ആത്മാവിന്റെ നിറവുള്ളവരായി കർത്താവെ അപ്പോസ്തല പ്രവൃത്തി കർത്താവെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് അച്ഛൻ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലോ. ഞങ്ങൾ സഭയിൽ നിന്നെ ആരാധിക്കാൻ കൂടി വരുമ്പോൾ ആത്മാവിന്റെ ഐക്യത്തിൽ നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവിക സ്നേഹം, ദൈവിക ഐക്യത കർത്താവെ യേശുവേ അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞങ്ങളെ അവിടുത്തെ ജീവിതത്തിൽ കൂടെ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അന്യോന്യം സ്നേഹമുള്ളവരായി, അന്യോന്യം സഹായിക്കുന്നവരായി കർത്താവെ യാതൊരു വ്യത്യാസവും കൂടാതെ ദൈവ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നവര് ചർച്ചായിട്ട് ഞങ്ങളുടെ സഭയെ തീർക്കണം. കർത്താവെ ഹൈദരാബാദിന്റെ പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ മറ്റ് ചർച്ചുകളുടെ ഇടയിൽ ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ ചർച്ചിനെ നീ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. BHL ഏരിയയിൽ കർത്താവെ ഒരു ആരാധന തുടങ്ങുവാൻ ഞങ്ങളെ അവിടുന്ന് കർത്താവെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ 5 വർഷക്കാലം കർത്താവെ നീ അവിടുന്ന് കൂടെ ഇരുന്ന് കർത്താവെ ആരാധനയിലൊക്കെയും ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ അടുത്ത സൺഡേ എന്റെ നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ വീണ്ടും നിന്നെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ദൈവസ്നേഹം കർത്താവെ ദൈവിക ഐക്യത കർത്താവെ ഇവിടെ ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവെ ഏറിയയിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ വീണ്ടും കർത്താവെ അവിടുന്ന് അടിയങ്ങളെ അനുഗ്രഹിച്ച് മുന്നോട്ട് കർത്താവെ ഒരു ചർച്ചയായിട്ട് കർത്താവെ ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന സ്ഥലത്തെ നീ അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ ഞങ്ങളുടെ സഭയിൽ പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ ദൈവമേ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ യേശുവെ നിന്നിലൊന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ കർത്താവെ രോഗസൗഖ്യം അവിടുത്തെ അടിപ്പിണരാൽ നീ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതാണപ്പാ. അത് വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഡോക്ടർമാർക്ക് കരിയാത്തതിനെ ചെയ്യുവാൻ തക്കവണ്ണം വലിയ വൈദ്യനായ ഞങ്ങളുടെ ഡോക്ടറായ അപ്പ അങ്ങക്ക് ഇന്നും കഴിയും. കർത്താവെ അവിടുന്ന് ഈ ലോകത്തിൽ കർത്താവെ മനുഷ്യരുടെ ഇടയിലായിരുന്നപ്പോൾ ഏത് വിധത്തിലുള്ള സകല വിധത്തിലുള്ള രോഗികളും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നവരെ അവിടുന്ന് മനസ്സലിവ് കൊണ്ട് കർത്താവെ സൗഖ്യമാക്കിയ ദൈവമാണപ്പാ. ഇന്നും അങ്ങയുടെ കരങ്ങൾ കുറുകിയിട്ടില്ലപ്പാ. നന്ദിയോടെ സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ പേരുപേരായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏതുവിധ രോഗമാണെങ്കിലും അപ്പന് സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ പഠനത്തില് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവീക പരിജ്ഞാനത്തിൽ യഹോവാ ഭക്തി കർത്താവെ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അതുപോലെ യഹോവാ ഭക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാനും അവിടുന്ന് സഹായിക്കണം. കർത്താവെ അതുപോലെ ദൈവവചനം പഠിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കർത്താവെ നീ ഉത്സാഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
അതുപോലെ കർത്താവെ പബ്ലിക് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 10ാം ക്ലാസ്സിന്റെ എക്സാം, 12th എക്സാം ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ അവർക്ക് പഠിക്കുവാൻ തക്കവണ്ണമുള്ള കൃപയെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പഠിക്കുന്നതൊക്കെ ഓർത്ത് ഇരിക്കുവാനും പരീക്ഷാകാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്കൊന്നും ശാരീരികമായിട്ട് യാതൊരു അസ്വസ്ഥതകളും വരാതെ, കാലാവസ്ഥയുടെ ഒന്നും കൊണ്ടും യാതൊരു പ്രോബ്ലങ്ങളും വരാതെ പഠിക്കുവാനുള്ള കൃപ കൊടുക്കണം. പഠിക്കുന്നതൊക്കെയും ഓർത്തിരുന്ന് നന്നായി കർത്താവെ അത് പെർഫോം ചെയ്യുവാനും കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ പഠനമൊക്കെ കഴിഞ്ഞ് കർത്താവെ ജോലിക്കായി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഉപജീവനമാർഗമായ ഒന്ന് ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ ജോലിയിലുള്ള കർത്താവെ പ്രയാസങ്ങൾ, ടെൻഷനൊക്കെ കർത്താവെ ജീവിതത്തിൽ വളരെ ആകുന്ന ഒരു കാലത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവിടെയൊക്കെയും കർത്താവെ ദൈവമേ ജോലിയിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ എൻ്റെ കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുവാൻ കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഭക്തിയും ജ്ഞാനവും വിവേകവും നീ അവിടുന്ന് നിന്റെ പരിജ്ഞാനത്തെ കൊടുത്ത് അവിടുന്ന് വഴി നടത്തണമേ, കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ വിവാഹപ്രായമായൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമില്ലാത്തവരുമായിട്ടൊന്നും കൂട്ടിച്ചേരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇടയാക്കരുതേ. കർത്താവെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി, ദൈവമുള്ള കുടുംബങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ തക്കവണ്ണമുള്ള നല്ല തുണകളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ വിവാഹത്തിന്റെ കർത്താവെ ആ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെയും കർത്താവെ ദൈവ സമാധാനം കർത്താവെ അങ്ങോട്ട് കൂടിയ കർത്താവെ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ മാനുഷികമായല്ല ദൈവസന്നിധിയിൽ പ്രോമിസ് ചെയ്ത് കർത്താവെ ദൈവമേ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ദൈവസ്നേഹം കർത്താവെ ദൈവീ ഐക്യതയെ കൊടുത്ത് നീ അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ പിതാവേ ഇതുപോലെ കർത്താവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന വിവാഹം കഴിഞ്ഞ ഞങ്ങളുടെ തലമുറകൾ ഉണ്ടപ്പ. അവരെയൊക്കെയും കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ ദൈവമേ യഹോവ ദൈവമേ കർത്താവെ നൽകുന്ന അനുഗ്രഹമാകുന്നല്ലോ കർത്താവെ ഉദരഫലം. കർത്താവെ അവരെയൊക്കെയും ഉദരഫലത്തിന്റെ അനുഗ്രഹത്താൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോൾ കർത്താവെ ദൈവമേ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ ഇതൊക്കെയും ദൈവമേ നിന്റെ കരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ദൈവമേ ഞങ്ങൾ അറിയുന്നു. കർത്താവെ പ്രത്യേകിച്ച് മേരിയെയും നിവിയെയും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഡ്യൂ ഡേറ്റ് ഒക്കെയും ആയിരിക്കുന്നുവല്ലോ. പിതാവെ അവിടുന്ന് കൂടെ ഇരുന്ന് കർത്താവെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ഒരു ഡെലിവറി നൽകണം. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകണം. കർത്താവെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവത്തിന്റെ ദാനമാണെന്നറിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെയും ദൈവീയ വഴിയിൽ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ദൈവമേ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങൾ നാമത്തിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരായിട്ട് തീർക്കരുതേ. ദൈവീയ സ്നേഹത്തിൽ കർത്താവെ ദൈവീയ ഐക്യതയിൽ ദൈവമേ കർത്താവെ വചനം പഠിച്ചും വായിച്ചും കർത്താവെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ CSI സഭയെ ഓർക്കുന്നു. കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ എല്ലാവിധമായ കുറവുകളിൽ നിന്നും കർത്താവെ ദൈവമേ സഭയുടെ ഒക്കെയും കർത്താവെ ഭരണ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരുടെ ഒക്കെയും ഹൃദയങ്ങളോട് അവിടുന്ന് ഇടപെടണം. അവരുടെയൊക്കെയും കണ്ണുകളൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും കർത്താവെ മറന്നു പോകാതെ കർത്താവെ അതിനെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങളുടെ മഹായിടവയ്ക്ക് അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മിഷൻ ഫീൽഡുകളെയൊക്കെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതൊക്കെയും ദൈവ അനുഗ്രഹത്തിന് ദൈവനാമം മഹത്വത്തിനാക്കി തീരത്തക്കവണ്ണം അവിടെയൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ വീണ്ടും കർത്താവെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തികളായിട്ട് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവെ അല്പസമയം അപ്പൊ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഇരിക്കുവാനും കർത്താവെ ദൈവമേ നല്ല വചനങ്ങളെ കർത്താവെ ദൈവമേ വചനത്തിന്റെ കർത്താവെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അച്ഛനെടുക്കുന്ന ക്ലാസ്സുകളിൽ ശ്രദ്ധയോടെ ആയിരിക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീർപ്പാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ അതുപോലെ അടുത്ത മാസം കർത്താവെ ഞങ്ങൾ കൺവെൻഷനായിട്ടും കർത്താവെ റിട്രീറ്റായിട്ടൊക്കെ നടത്തുവാനൊക്കെ ആഗ്രഹിക്കുന്നല്ലോ. കർത്താവെ അതിനായിട്ട് ക്ഷണിച്ചിരിക്കുന്ന അച്ഛന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക്
സമർപ്പിക്കുന്നു. ഇതൊക്കെയും കർത്താവെ ഞങ്ങളുടെ സഭയിലെ ജനങ്ങളുടെ ആത്മീയ വർധനയ്ക്കും കർത്താവെ യഥാർത്ഥമായിട്ടൊക്കെ ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാനും പ്രകാരം ജീവിക്കുവാനും ഓരോ വ്യക്തികളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, അച്ഛൻ പറഞ്ഞതുപോലെ മരണത്തിൻ്റെതായ പ്രയാസത്താൽ കഴിയുന്ന ഓരോ കുടുംബങ്ങളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് ദൈവം ഇവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടപ്പ, അവരെയൊക്കെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ, കർത്താവെ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയത് അല്ലല്ലോ സഭ. കർത്താവെ ദൈവിക സ്നേഹത്തിൽ കെട്ടിപ്പടുക്കുവാൻ, അന്യോന്യം കർത്താവെ സ്നേഹിച്ചും സഹകരിച്ചു പോകുവാൻ ഞങ്ങളുടെ സഭയെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടുന്ന് കർത്താവെ സഭകളെ കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ ഉദ്ദേശം, അവിടുത്തെ ഹിതം കർത്താവെ ഭൂമിയിൽ നടക്കത്തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ സഭയെ നീ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകത്തിന്റെ ഭരണകൂടങ്ങളെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ ദൈവമേ, അവർക്കെയും ദൈവിക ജ്ഞാനത്തോട് ദൈവമേ അവരുടെയൊക്കെയും മുകളിൽ കർത്താവെ രാജാതിരാജാവും കർത്താവുമായ ഒരു ദൈവമുണ്ട്. യഹോവയുടെ ഹിതപ്രകാരമല്ലാതെ ഒന്നും ഭൂമിയിൽ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കി ആ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് ഉള്ള ഭരണകൂടങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും കർത്താവെ ഞങ്ങളുടെ രാജ്യത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, അവരുടെ കുറവുകൾ കൊണ്ട് നീ അവരെ ശിക്ഷിച്ചെങ്കിലും കർത്താവെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നീ കൊടുത്ത വാഗ്ദത്തങ്ങളൊന്നും ദൈവമേ അങ്ങ് മറന്നു പോകുന്ന ദൈവം അല്ലപ്പ. വാഗ്ദത്തങ്ങളിൽ അവിടെ നിന്ന് വിശ്വസ്തനാണ് പിതാവേ. കർത്താവെ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നുവല്ലോ. കർത്താവെ സമാധാനവും സ്വസ്ഥതയും കൊടുത്തു നീ കർത്താവെ ദൈവമേ അബ്രഹാമിന് കൊടുത്ത ദേശത്തെയൊക്കെയും അവർക്ക് വീണ്ടും നൽകി സമാധാനവും സ്വസ്ഥതയും നൽകണമേ. കർത്താവെ അന്ത്യകാലത്ത് കർത്താവെ അവിടുത്തെ രണ്ടാമത്തെ വരവും കർത്താവെ ദൈവമേ ആ ജനത്തിന്റെ മധ്യത്തിലായിരിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങൾ ആയിരിക്കുന്ന തെലങ്കാന ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും ആയിരിക്കുന്ന കേരളത്തെ സമർപ്പിക്കുന്നു. അങ്ങനെ കർത്താവെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനം കർത്താവെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കാത്ത സ്റ്റേറ്റുകൾ ഉണ്ടപ്പ. കർത്താവെ നോർത്ത് ഇന്ത്യയിലൊക്കെയും സുവിശേഷ വേലകൾ ചെയ്യുന്നവരുണ്ടപ്പ. അവരെയൊക്കെയും സമർപ്പിക്കുന്നു. കർത്താവെ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നവർ കർത്താവെ ദൈവസ്നേഹത്തിൽ യാതൊരു വ്യാജവും കലർത്താതെ ദൈവസ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും കർത്താവെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമേ ഞങ്ങളുടെ ജീവിതം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരു ജീവിക്കുന്ന സാക്ഷികളായി തീരത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ കർമ്മപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് കർത്താവെ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറോട് കർത്താവെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അതിനൊക്കെയും കർത്താവെ ഉതകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച സർവ്വ വിഷയങ്ങളുടെ മേലും പിതാവെ അവിടുന്ന് ചെവി ചായ്ച്ച് കേട്ടതിനാൽ സ്തോത്രം. കർത്താവെ ഞങ്ങൾ കൂടുതൽ നിന്നിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് എത്രയും വേഗം ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഴയായ അടിയന്റെ കുറവുകളോ ബലഹീനതകളോ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് അവിടുന്ന് കർത്താവെ തടസ്സമായി തീരരുതേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ സർവ്വതും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ. എത്രയോ പ്രാവശ്യമെൻ പ്രാണൻ പോകമായിരുന്നു മിഴികൾ നിറഞ്ഞൊഴുകി പാദങ്ങൾ തളർന്നു പോയി. എങ്കിലും നിന്ദയാലേ ഞാനിന്നും
ജീവിക്കുന്നു. എങ്കിലും നിന്ദയാലേ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിടുമേ. എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയ തുണയായി ധൈര്യവും പകർന്നേകി. കൃഷിയിലെ നിത്യാഗമതാ ഞാനിന്നും ജീവിക്കുന്നു. കൃഷിയിലെ നിത്യാഗമതാ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിടുമേ. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിടുമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് എമ്മ അബുദാബിയിൽ ഉള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവളെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ അവൾക്ക് രോഗത്തിന് സൗഖ്യമുണ്ട്. അവൾ നടക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് അവളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചു. പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അബുദാബി CSI ഇടവാംഗമാണ്. അവളുടെ പേരൻസ് അവിടുത്തെ സഭാംഗങ്ങളാണ്. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആ പെൺകുട്ടിയുടെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെ ഞാൻ ഒരു വാക്കിൽ സ്വാഗതം ചെയ്യട്ടെ. നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഏകദേശം 25 ദിവസങ്ങളായി. നമ്മൾ വായിച്ച സങ്കീർത്തനം 25-ാമത്തെ സങ്കീർത്തനമാണ്. ഇടയ്ക്ക് ചില ആഴ്ചകളിൽ നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടവേളകളുണ്ടായി. അതിൻ്റെ മധ്യത്തിലും ഈ ഇത്രയും ദിവസം തുടർച്ചയായിട്ട് പങ്കെടുത്ത എല്ലാവരെയും ഓർക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടുതൽ ശക്തിപ്പെടട്ടെ. അത് നമ്മുടെ ആത്മീയമായ ജീവിതത്തിന്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിന്, ശക്തീകരിക്കുന്നതിന്, ബലപ്പെടുത്തുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഷിയാൻ്റെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു പരിപാടിയാകാതെ, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളാകാതെ, അല്ലേ,
പാട്ടിൽ നമ്മൾ പാടുന്ന പോലെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ. ഇത് വെറും വേലകളോ വേലവെപ്പുകളോ ഒന്നും ആകാതെ അതിൻ്റെ ഒരു ആത്മാർത്ഥതയിൽ, അന്തസത്തയിൽ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് പാടുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു വശം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത് ഈസ് എൻറിച്ചിങ്. നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ പ്രബലമാകുന്നുണ്ട്, കുറച്ചുകൂടെ വിശാലമാകുന്നുണ്ട്, കുറച്ചുകൂടി ശക്തിപ്പെടുന്നുണ്ട്. When our faith becomes strong, our character should also be clear. നമ്മുടെ വിശ്വാസവും സ്വഭാവവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഫെയ്ത്ത് ആൻഡ് ക്യാരക്ടർ ഈസ് വെരി കണക്റ്റഡ്. സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു അതേഴ്സ്, അല്ലേ? നമ്മുടെ സ്വഭാവം അത് നമ്മുടേതാണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. നമ്മുടെ സ്വഭാവം മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടെ ബാധിക്കും. അതല്ലെങ്കിൽ അവർ ക്യാരക്ടർ ഈസ് ഡിപ്പെൻഡഡ് ഓൺ അവർ അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്. അപ്പോൾ ഒരു വശത്ത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വിശ്വാസമുണ്ട്, മറുവശത്ത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ സ്വഭാവമുണ്ട്. സോ അവർ ഫെയ്ത്ത് ഷുഡ് സാങ്ക്ടിഫൈ അവർ ക്യാരക്ടർ. നമ്മുടെ വിശ്വാസം നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതലോട് ദൈവത്തോട് അടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലെ കുഴപ്പം പിടിച്ച സ്വഭാവമൊക്കെ മാറണം. കുഴപ്പക്കാരൊക്കെ നല്ലവരാകുന്നതാണല്ലോ. കർത്താവിനെ കണ്ട കുഴപ്പക്കാരൊക്കെ നല്ലവരായിരിക്കുന്നത് നമ്മൾ വായിക്കും, അല്ലേ? ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് കുറവുകളും ഒക്കെ ഉള്ള മനുഷ്യര് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുറെ കൂടെ നല്ല മനുഷ്യരായി. അവർ കുറെ കൂടെ ചുറ്റുപാടുകളോട്, അടുത്തുള്ളവരോട്, അവരറിയാവുന്നവരോടൊക്കെ കുറെ കൂടെ ഒക്കെ നല്ലതായി, നന്മയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കരുണയോടുകൂടെ, ആർദ്രതയോടുകൂടെ പെരുമാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ ക്രിസ്തു വിശ്വാസികളായി, ക്രിസ്തുവിനെ അറിഞ്ഞു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിലായി എന്നുള്ളത് കൊണ്ട് വേദപുസ്തക വിവരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരുപാട് പേര് നമുക്ക് ആ തരത്തിൽ അങ്ങനെ വിശ്വാസപ്രകാരം മാറിയ ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ നമ്മൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണാനും മനസ്സിലാക്കാനും ഓർക്കാനും ഒക്കെ ആയിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഓരോ കൂട്ടായ്മയിലൂടെയും അവർ ക്യാരക്ടർ ഷുഡ് ഇംപ്രൂവ്. നമ്മുടെ സ്വഭാവം കുറച്ചുകൂടെ മെച്ചപ്പെടണം. വി മസ്റ്റ് ഓൾ ബിക്കം ബെറ്റർ പേഴ്സൺസ്, അല്ലേ? നമ്മൾ നല്ല മനുഷ്യരാകണം, നല്ല വ്യക്തികളാകണം. അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ, കൂട്ടായ്മകളുടെ ഉദ്ദേശം. നല്ല വ്യക്തികളാകണം എന്ന് പറയുമ്പോൾ സ്വഭാവങ്ങളിൽ ഏറ്റവും, നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രബലമായിട്ടുണ്ടാകേണ്ടത് ജെന്യൂനിറ്റിയാണ്, അല്ലേ? നമ്മൾ പറയത്തില്ലേ, സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. ഇഫ് യു ലവ് someone, you love. And if you have a problem with someone you love, and we have to express our problem, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ഒരാളോട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പറയണം. അങ്ങനെയാണ് അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥത. അതല്ലാതെ അതിങ്ങനെ ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും നമ്മളൊരു വ്യക്തികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അത് ശരിയാകണമെന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും we may be wrong, we can be wrong. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. നമ്മളൊരാളെ കുറിച്ച്, ആ ആള് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റുപറ്റാം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ തെറ്റാണെങ്കിൽ, നമ്മുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ അത് തിരുത്തി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതൊരു ഇനീഷ്യൽ റിമാർക്കായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ ഫെയ്ത്ത്
ആൻഡ് അവർ ക്യാരക്ടർ മസ്റ്റ് ഗോ ടുഗെദർ. നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ദാറ്റ് വിൽ മേക്ക് us better Christians and most importantly better human beings. അത് നമ്മളെ നല്ല ക്രൈസ്തവരാക്കും, അതിലുപരിയായി നല്ല മനുഷ്യരാക്കി തീർക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ സീരിയസ് ആയിട്ടൊരു ഭാഗത്തെ ആസ്പദമാക്കിയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച എന്നോണം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് ലൂക്ക് 15, ലൂക്കോസ് 15. അതിന് പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് യേശു കർത്താവ് 3 ഉപമകൾ, 3 സാരോപദേശ കഥകൾ പറയുന്നുണ്ട്. ജീസസ് ഈസ് telling 3 parables, narrating 3 parables in the 15th chapter of Luke's Gospel. അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം വളരെ സിമ്പിളാണ്. 3 കഥകളും വളരെ സിമ്പിളാണ്. ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലളിതമായ കാര്യങ്ങളിലാണ് വലിയ കാര്യങ്ങളുള്ളത്. ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് ആർ included in simple events. അല്ലെ, ചെറിയ കാര്യങ്ങളിലാണ് വലിയ ആശയങ്ങളുള്ളത്. നമ്മളൊക്കെ വലിയ ആശയങ്ങളൊക്കെ പറയും, പക്ഷെ ഒരു ചെറിയ കാര്യം പോലും നടക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ദൈവശാസ്ത്രം പഠിച്ചവര്, വേദപുസ്തകം പഠിച്ചവര്, തിയോളജി അറിയാവുന്നവരെ കുറിച്ചൊക്കെ ഉള്ള ഒരു വലിയ അക്യൂസേഷനാണ്, ഒരു ആരോപണമാണ്. അവർ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. ദേ ആർ telling, incomprehensible things, undigestible facts. അവരൊക്കെ പറയുന്നത് വലിയ കാര്യങ്ങളാണ്, വലിയ സംഭവങ്ങളാണ്, വലിയ വാക്കുകളാണ്, വലിയ പ്രയോഗങ്ങളാണ്. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ഗുണകരമായിട്ട്, ഉപയോഗപ്രദമായിട്ട്, പ്രയോജനപ്രദമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, simple things can really change and touch our lives. വളരെ ലളിതമായ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ കാര്യങ്ങൾ മറന്നുപോകും. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ കാര്യങ്ങൾ മറന്നു. നമ്മളൊരു വീട് വെക്കുമ്പോൾ വലിയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. ഗേറ്റിനെ കുറിച്ച്, റൂഫിനെ കുറിച്ച്, ഇന്റീരിയറിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? മഴ പെയ്യുന്ന വെള്ളം റൂഫിൽ വീണാൽ, അത് താഴോട്ട് വീണാൽ എങ്ങോട്ട് പോകും? നമ്മളതൊക്കെ ഇമാജിൻ ചെയ്യണം. വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ കാര്യങ്ങൾ മറന്നു പോകരുത്. ഈ വലിയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വലിയ മനുഷ്യരെ കുറിച്ചുള്ള ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെറിയ മനുഷ്യരെ കാണത്തില്ല എന്നുള്ളതാണ്. ദേ ഡോണ്ട് മൈൻഡ് ദ സ്മോൾ ലിറ്റിൽ പീപ്പിൾ. ചെറിയ മനുഷ്യരെ അവർ കാണത്തില്ല. പക്ഷേ യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് വലിയ ഒരു കർമ്മവുമായിട്ട്, ഒരു വലിയ ദൗത്യവുമായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. He has come down, or he took the form of a human being with a great and mighty mission. ഈ ലോകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, മാനവരാശിയെ മുഴുവൻ തൻ്റെ ജീവനിലൂടെ രക്ഷിക്കുക, വീണ്ടെടുക്കുക, വിടുവിക്കുക, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിച്ചയക്കുക, പാപത്തിലൂടെ അകന്നുപോയ മാനവരാശിയെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുക, റിക്കൺസൈൽ ചെയ്യുക. അത് ആ ഒരു വലിയ ദൗത്യവുമായിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. വലിയ കാര്യങ്ങളും യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. പ്രലോഭനത്തെ അതിജീവിക്കുന്നത് തൊട്ട് വലിയ 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 കാര്യങ്ങൾ. സമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട്.
5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അല്ലേ? വലിയ പെരുത്ത മീൻകൂട്ടം. അല്ലേ? അങ്ങനെ അങ്ങനെ എത്ര അത്ഭുതകരമായ വലിയ 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 മൈറ്റി വർക്ക്സ്, വലിയ കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. ബട്ട് he did not fail to talk, to deliberate the simple things. യേശു കർത്താവ് ചെറിയ കാര്യങ്ങൾ പറയാനും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മറന്നുപോയില്ല. ഈ ലോകം നന്നാക്കുന്നവരെ കുറിച്ച് പറയാറുണ്ട്, ഒരു ആരോപണമാണ്. ലോകം നന്നാക്കാനായിട്ടാണ് അവരുടെ ദൗത്യം. പക്ഷേ they failed to win their family and personal life. അല്ലേ? ഈ ലോകത്തെ നന്നാക്കാനും ലോകത്തെ രക്ഷപ്പെടുത്താനും ഒക്കെ ചെയ്യുന്നവർക്ക് പക്ഷേ അവർക്ക് അവരുടെ കുടുംബത്തെയും അവരുടെ സ്വന്തം ജീവിതത്തെയും പരിരക്ഷിക്കാൻ ചിലപ്പോൾ കഴിയത്തില്ല. They fail to address and attend the simple facts, the simple things in their lives. നമ്മുടെ ഒന്നും ജീവിതത്തിൽ ആ ഒരു വലിയ അപകടം ഉണ്ടാകരുത്. ഇപ്പൊ യേശു കർത്താവ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വളരെ 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 ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന കൊച്ചുകുട്ടികൾക്ക്, ഇപ്പൊ നമ്മൾ ശിശുവകുപ്പിൽ പഠിക്കുന്ന ബിഗിനർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാലും അവരോട് പറയുക, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു യേശു കർത്താവ് പറഞ്ഞ ഒരു വേദപുസ്തക ഭാഗം പറയാൻ പറഞ്ഞ് അവർ യേശു കർത്താവ് പറഞ്ഞ ഈ ഒരു സ്റ്റോറി ആയിരിക്കും പറയുന്നത്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. ആ ആടിൽ നിന്ന് ഒരു ആട് കാണാതെ പോയി. അന്നേരം ബാക്കി 99നെയും അവിടെ വിട്ടിട്ട് ഈ ഇടയൻ, ഈ ഷെപ്പേർഡ്, ഈ കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു. അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് 100 പണം ഉണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. അമ്മ വിളക്ക് കത്തിച്ച വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി ആ നാണയം കണ്ടുപിടിച്ചു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, ആൺമക്കള്. അതില് ഇളയവൻ എല്ലാം പോയി, അവനാകെ പോയ വഴിക്കെല്ലാം നശിച്ചു പോയി, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവസാനം അവൻ അനുതപിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവനെ ആ പിതാവ് സ്നേഹത്തോടെ വീണ്ടും സ്വീകരിച്ചു. ഇത് പറയാൻ പറ്റാത്ത ആരാ ഉള്ളത്? വേദപുസ്തകത്തിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യം അതാ അല്ലെ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ 3 പാരബിൾസ്. സോ we can see this is Luke 15 as the simplest text in the Bible. പക്ഷേ the facts, the truths in that text is not so simple. ഈ ഭാഗത്തിലുള്ള വിശ്വാസപരമായ ആധ്യാത്മികമായ സത്യങ്ങൾ അത്ര ലളിതമല്ല. കാരണം ഞാൻ പറയുന്നത്, because why I am saying this, though the stories are very simple, easily understandable, the facts are very mighty and great. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ രക്ഷയെക്കുറിച്ച് പറയുക. So Jesus is summarizing the whole mighty mission of his life. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിന്റെ മഹത്തരമായ ദൗത്യത്തെ വളരെ 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 ലളിതമായി നമ്മളോട് പറഞ്ഞു തരുക ഈ ഉപമയിലൂടെ. നമ്മളറിയാം, ഈ വേദപുസ്തകത്തിൽ ഓരോ ഉപമകളൊക്കെ പറയുന്നത് അത് വളരെ കാര്യങ്ങളെ കുറച്ചുകൂടി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദാവീദിന്റെ അടുത്ത് പോയി നാഥാൻ പ്രവാചകൻ ഒരു കഥ പറഞ്ഞു. അതും ആടിന്റെ കഥയാണ്, നമുക്കറിയാം അല്ലേ? ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ചും ഒരു ദരിദ്രനായ മനുഷ്യനെ കുറിച്ചും. ധനവാനായ മനുഷ്യൻ ഒരുപാട് ആടുമാടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട്. എന്നാൽ ആ ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ അവനൊരു ആട്ടിൻകുട്ടിയേ ഉള്ളൂ. അത് അവന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കഴിച്ച് കിടന്ന് ഉറങ്ങി. ഈ ധനവാന്റെ വീട്ടിൽ ഒരു അതിഥി വന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ധനവാൻ തൻ്റെ കൂടെയുള്ള ആടുകളെ ഒന്നും എടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ട് ഈ ദരിദ്രനായ മനുഷ്യന്റെ ഒരു ആടിനെ പിടിച്ച് കൊന്ന് അതിനെ പാകം ചെയ്ത് തൻ്റെ അതിഥികൾക്ക് കൊടുത്തു.
ദാവീദിനോട് നാഥാൻ പ്രവാചകൻ ഒരു സിമ്പിൾ കഥ പറയാൻ. ദാവീദ് വിചാരിച്ചു, ഓഹോ ഈ സംഭവം ഭയങ്കരമാണല്ലോ, ആരാണ് അങ്ങനെ ചെയ്തത്? ആ മനുഷ്യൻ ശിക്ഷായോഗ്യനാണ്, ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടണം. ദാവീദിന് മനസ്സിലായി. പക്ഷെ ദാവീദിന് മനസ്സിലായില്ല ഈ ധനവാൻ ഞാനാണെന്ന്. ദാവീദിന് മനസ്സിലായില്ല. അത് ദാതാൻ പിന്നെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സീൻ ആ മനുഷ്യൻ നീയാണ്. എന്തൊരു വലിയ സുവിശേഷമാണ്, എന്തൊരു വലിയ സ്റ്റോറിയാണത്, അല്ലെ? അധികാരിയായിരിക്കുന്ന തെറ്റുകാരനായിരിക്കുന്ന കുറ്റവാളിയായിരിക്കുന്ന ഒരു രാജാവിനോട് നീ കുറ്റവാളിയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രവാചകൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് എന്ത്? ഒരു സ്റ്റോറി, ഒരു കഥയിലൂടെ കാര്യം പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ മുഴുവൻ കണ്ട ഒരു കാര്യമാണ്. ഒരു എപ്പിസ്കോപ്പൽ, ഒരു ലേഡി ബിഷപ്പ് പ്രസിഡന്റ് ട്രംപിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലേ? തൻ്റെ രാജ്യത്തെ അമേരിക്കയിലുള്ള ആരാരോടൊക്കെ നിങ്ങൾ ദയ കാണിക്കണം, ഹാവ് മേഴ്സി ഓൺ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, വൈറലായിട്ടുള്ള ഒരു സ്പീച്ചാണ്. ഒരു ബിഷപ്പ്, ഒരു സ്ത്രീ ബിഷപ്പ്, വളരെ പ്രബലനായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയോട് പറയുന്ന പ്രസംഗം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവും സമാനമായിട്ടാണ് യേശു കർത്താവിൻ്റെ ഉപമകൾ, കഥകൾ നമ്മൾ പറയണം. ഈ കഥകളൊക്കെ യേശു കർത്താവ് കൽപ്പിച്ചുണ്ടാക്കിയതൊന്നുമല്ല. അത് ഇമാജിനേഷൻസും സങ്കല്പനങ്ങളും ഒന്നുമല്ല. ചില സത്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ, ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ, ചില യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് സുവിശേഷിക്കുവാൻ യേശു കർത്താവ് കണ്ടെത്തിയ വലിയ ഉപാധിയാണ്, മാർഗമാണ് ഈ ഉപമകൾ. എന്തായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില്? നമുക്കറിയാം, യേശു കർത്താവ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ പാപികളോടും ചുങ്കക്കാരോടും എല്ലാം വളരെ സൗഹൃദത്തോടുകൂടെ ഇടപെടും. എന്ന് വെച്ചാൽ ആൾക്കാരുടെ സ്വഭാവം നോക്കി, റാങ്ക് നോക്കി, സ്റ്റാറ്റസ് നോക്കി, അവർക്ക് മറ്റുള്ളവർ നൽകിയിരിക്കുന്ന ടാഗ് നോക്കിയൊന്നും യേശു കർത്താവ് ആരെയും അസസ് ചെയ്തില്ല. 15-ാം അധ്യായത്തിൽ പറയുന്ന ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. See, the word of God is open for all. But quite often the church is not. അല്ലേ? സഭയ്ക്ക് എപ്പോഴും അങ്ങനെ ഓപ്പൺ ആയിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. But we should all understand, see, church is not the word of God, and church is not the sole custodian of the word of God. ദൈവത്തിന്റെ സഭ വചനമല്ല, സഭ വചനത്തിന്റെ കസ്റ്റോഡിയൻസും അല്ല. ദൈവത്തിന്റെ വചനം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ഫോർ ഓൾ. അതുകൊണ്ട് തൻ്റെ വചനം കേൾക്കാൻ പ്രബലന്മാരെ ഒന്നും വിളിച്ചില്ല, അല്ലേ? അവിടുത്തെ ഉള്ള വലിയ ഗുണഗണത്തിലുള്ളവരെ ഒന്നും വിളിച്ചല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷം പറഞ്ഞത്. എല്ലാവർക്കും, പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പറഞ്ഞതുപോലെയുള്ള സുവിശേഷങ്ങളും ജീവിതങ്ങളും ആയതുകൊണ്ട് ഇറ്റ് അട്രാക്റ്റഡ് ദ കോമൺ പീപ്പിൾ. നമുക്കറിയാം, പ്രബലന്മാരായിട്ടുള്ളവര്, മതമേധാവികള്, പണമുള്ളവര്, സ്വാധീനമുള്ളവരൊക്കെ യേശു കർത്താവിൽ നിന്നും ബോധപൂർവമായിട്ട് അകന്നു നിന്നപ്പോ യേശു കർത്താവിന്റെ കൂടെ നിന്നവരാരാണ്? സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യരാണ്. We must all understand and see how the word is preached to the common people. യേശു കർത്താവിന്റെ വചനം സാധാരണക്കാർക്ക് പകരപ്പെടുന്നിട്ടുണ്ടോ? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. യേശു കർത്താവ് ആരെയും പറഞ്ഞു വിട്ടില്ല. നമുക്കറിയാലോ, പിള്ളേരെയും കൊണ്ട് വന്നവരെ ശിഷ്യന്മാര് കയറി തടഞ്ഞു. നമ്മൾ ഓർക്കുന്നുണ്ടാവും. പുള്ളി വലിയ സീരിയസ് മനുഷ്യനാണ്, വലിയ ആളാണ്, പുള്ളി എടുത്ത് പിള്ളേരെയും കൊണ്ടൊന്നും വരരുത്, അല്ലേ? നമ്മളിപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പള്ളിയിൽ പിള്ളേർ കരഞ്ഞാൽ, പിള്ളേർ ഓടിയാൽ, പിള്ളേർ സംസാരിച്ചാൽ നമ്മൾ ആകെ അസ്വസ്ഥമാണ്. കാര്യമൊന്നുമില്ല.
കാരണം നമ്മളെല്ലാം ഡിസ്ട്രാക്റ്റഡാ. അവിടെ നടക്കുന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു ശ്രദ്ധയില്ല. ആരാധനയിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ, ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ, അല്ലേ, നമ്മൾ അങ്ങോട്ടങ്ങ് തിരിയും. എന്നിട്ട് അതാണ് വലിയ സംഭവം. അതിലാരെങ്കിലും ഒന്ന് പോയാൽ, ഇതിലാരെങ്കിലും ഒന്ന് നടന്നാൽ, ഇതിലൊരു കൊച്ചു ഓടിയാൽ, ആ കൊച്ച് ഒന്ന് കരഞ്ഞാൽ, അല്ലേ, നമ്മുടെ കയ്യസുരി എടുക്കാൻ പോകുന്നവരുടെ അപ്പന്മാരുടെയും അമ്മമാരുടെയും കൂടെ ഒരു കൊച്ചു കൂടെ പോയാൽ, കമ്മ്യൂണിയന്റെ സമയത്ത് പിള്ളേർ അവിടെ മുട്ടുകുത്തിയാൽ, എടാ ഇത് കൊടുക്കുന്ന എനിക്കൊരു പ്രോബ്ലം ഇല്ല, അവർ വന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ അവരെ ചിരിച്ച് തലേ കൈവച്ചൊക്കെ വിടും. നമ്മളാകെ അസ്വസ്ഥം. വി ആർ ഓൾവേസ് റെഡി ടു ബി ഡിസ്ട്രാക്റ്റഡ്, അല്ലേ? നമ്മളിങ്ങനെ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാൻ റെഡി ആയിട്ടിരിക്കുക. എന്താ എന്നെ ഇന്ന് ഡിസ്ട്രാക്ട് ആകുന്നതെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് വീട്ടിൽ. വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. യേശു കർത്താവ് ഈ മനുഷ്യന്മാരെ ഒന്നും കണ്ടിട്ടൊന്നും ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല. അവൻ ചുങ്കക്കാരനാണ്, ഇവൻ പാപിയാണ്, ഇവള് കുഴപ്പക്കാരിയാണ്, ഇവള് പാപിനിയാണ്, അതൊന്നും ഈ മറ്റുള്ളവർ കൊടുക്കുന്ന ടാഗിലൊന്നും ഹി വാസ് നോട്ട് ക്യാരിഡ് അവേ. നമ്മളൊരു സഭയായ ഒരു സമൂഹമായി മുൻപോട്ട് നീങ്ങുന്ന സമയത്ത് വി മസ്റ്റ് ഡു അവേ വിത്ത് ദ ടാഗ്സ്, അല്ല, ഈ ടാഗിങ്ങിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. കാരണം ഈ കഥകളുടെ എല്ലാം സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. നീതിമാന്മാരെന്ന് അങ്ങനെ നീതിമാനില്ല, വേദപുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലേ? നീതിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കി ഒരുത്തൻ പോലും ഇല്ല എന്നാ പറഞ്ഞു. നീതിമാനില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നാ സങ്കീർത്തനത്തിൽ പറയുന്നു. ഒരുത്തൻ പോലും ഇല്ല. എന്നിട്ടും നമ്മളൊക്കെ വലിയ നീതിമാന്മാരാണ്. We think we are righteous. We think we are holy. We think we are blameless. അല്ലെ? മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ ടാഗ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ വിചാരം നമുക്ക് ടാഗൊന്നുമില്ലെന്നാ. ലോകത്തുള്ള സകലമാന ടാഗും തലയിലും നെറ്റിയിലും അവിടെ എല്ലാം ഇങ്ങനെ പിൻ ചെയ്ത് നടക്കുന്ന നമ്മളാണ് മറ്റുള്ളവരെ ടാഗ് ചെയ്യും. ആൻഡ് ദിസ് പീപ്പിൾ, പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, നോക്ക്, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു. ഈ സീറ്റിംഗ് വിത്ത് ദം, ഹി ഈസ് നോട്ട് മെയിൻറ്റൈനിങ് ദി സോഷ്യൽ ബാരിയേഴ്സ്, അല്ലേ? നമ്മൾ സമൂഹത്തിൽ പാലിക്കേണ്ട അകലങ്ങളൊന്നും അവൻ പാലിക്കുന്നില്ല. അവൻ കണ്ട് ആ പാപിയായിട്ടുള്ള പോന്നു, സക്കായുടെ കൂടെ പോന്നു, ആ പാപിയാടെ സ്ത്രീയുടെ വീട്ടിൽ പോന്നു, ആ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും വീട്ടിൽ പോന്നു. അവരാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ആകെപ്പാടെ കുഴപ്പക്കാരും, 3 കല്യാണം കഴിച്ചിട്ടില്ല, അറിയത്തില്ല എന്തൊക്കെയാ സംഭവിക്കണമെന്ന് അറിയത്തില്ല. വേറൊരുത്തേക്കാണെങ്കിൽ 10 ബാധയുണ്ട്, അല്ലേ? പാപിനിയായി ഇവനിങ്ങനെ പോവാ. ഇതൊക്കെയാണോ? നമ്മളും അങ്ങനെ പറയുള്ളൂ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, അല്ലേ? ഏതെങ്കിലും ഒരു അച്ഛനോ പിന്നെ സുവിശേഷ പ്രവർത്തകരോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യരോട് അധികം അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റോറി ഉണ്ടാക്കും. പിന്നെ തമ്പുരാൻ സഹായിച്ച് ഞങ്ങളുടെ ലോകത്ത് സ്റ്റോറീസിന് യാതൊരു കുറവുമില്ല. അച്ഛന്മാരെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചല്ല കേട്ടോ. ജനങ്ങൾ അച്ഛന്മാരെ കുറിച്ച് സ്റ്റോറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല. അതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ. നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴും നിൽക്കുമ്പോഴും സ്റ്റോറി ഉണ്ടാക്കും. എന്നിട്ട് ആ സ്റ്റോറികളൊക്കെ വരുന്ന അച്ഛന്മാരോട് പറഞ്ഞു കൊടുക്കും. ആ അച്ഛന്മാര് കുറെ കാലം കഴിയുമ്പം ഈ സ്റ്റോറി വേറെ എവിടെയെങ്കിലുമൊക്കെ പറയും. അങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. കുറെ കാലം കഴിഞ്ഞൊക്കെ നമ്മൾ വളരെ സിൻസിയറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റോറികൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു, ശരിക്കും അങ്ങനെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെന്യൂനിറ്റിയുടെ പ്രോബ്ലം. നമ്മൾ പറയേണ്ടത് പറയത്തില്ല. നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ പിന്നെ കുറെ മസാലയൊക്കെ ചേർത്ത് വരട്ടി, അല്ലേ, നമ്മൾ അതിനെ നല്ല ബട്ടർ ചിക്കൻ ആക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് വിളമ്പും. അവര് അതിൻ്റെ കൂടെ നാനോ അഡീഷണലോ ഒക്കെ ചേർത്ത് അവരെ വേറെ വിളമ്പും. പിന്നെ അവരത് സദ്യയാക്കും. പിന്നെ അവരത് വലിയൊരു ബഫയാക്കും. പിന്നെ പറയാനൊക്കത്തില്ല എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. 5 കോഴ്സ് ഡിന്നർ വരെ ആക്കും. നമ്മൾ പക്ഷെ വിളമ്പിയതൊരു സിമ്പിൾ സംഭവം. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് യേശു കർത്താവിനെതിരെ അവർ പറഞ്ഞു, ഇവനാണെങ്കിൽ നോക്കിയേ,
ഈ വൃത്തികെട്ട മനുഷ്യന്മാരുടെ കൂടെ, യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, സോഷ്യൽ അക്സെപ്റ്റൻസും ഇല്ലാത്ത മനുഷ്യന്മാരുടെ കൂടെ ഇവൻ പോവാണ്. അപ്പോഴാണ് യേശു കർത്താവ് ഈ ഉപമകൾ പറയുന്നത്. നമ്മുടെ ദൈവം അങ്ങനെ മുഖപക്ഷം നോക്കുന്ന ദൈവമാണ്. ഹീസ് നോട്ട് എ ഗോഡ് ഓഫ് ഫേവറിറ്റിസം. പക്ഷപാതമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും, ദൈവത്തിന് പക്ഷപാതം കാണിക്കുന്നെങ്കിൽ അവൻ ഈ ബലഹീനരോടും പാപികളോടും ദോഷികളോടും ചുങ്കക്കാരോടും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം. അതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പാപികളെ തേടി വന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന ഇടയനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു കർത്താവ് കാണാതെ പോയ നാണയത്തൊട്ടിനെ തേടി ചെല്ലുന്ന അമ്മയെക്കുറിച്ച്, ആ സ്ത്രീയെക്കുറിച്ച് കഥ പറഞ്ഞത്, നമ്മളോട് ഉപമ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുക ആമുഖമായിട്ട്. we have to change our perceptions. Our faith should influence our character. നമ്മൾ ഈ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. ഈ പാപികളെ തേടി വന്ന കർത്താവിലാണ് വിശ്വസിക്കുന്നത്. കാണാതെ പോയതിനെ തേടി വന്ന കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. That faith should change our character. ആ വിശ്വാസം നമ്മുടെ സ്വഭാവത്തെ മാറണം. നമ്മൾ ഈ നിറവും സ്ഥാനവും അല്ലേ ഒക്കെ നോക്കി മാർക്കിടുന്ന, ടാഗിടുന്ന പരിപാടി നിർത്തണം. എല്ലാവരും നന്നാക്കാൻ പറ്റില്ല. എനിക്ക് നന്നാവാനേ പറ്റുള്ളല്ലോ, അല്ലേ? എനിക്ക് മാറാനേ പറ്റൂ. I cannot even change my children sometimes. നമ്മളിങ്ങനെ നന്നാക്കി കളയുമെന്നൊക്കെ പറയും. ഒരു ചുക്കും നടക്കുകയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനെ നിങ്ങൾ നന്നാവുമെന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു. വാട്ട് വി ക്യാൻ ഡു ഈസ് സിംപ്ലി ചേഞ്ച് ourselves. നമ്മൾ മാറാൻ കഴിയും. നമ്മളെ വിശ്വാസം നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കാൻ, നല്ല സ്വഭാവത്തിനുള്ള ഉടമകളാക്കി തീർക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് യേശു കർത്താവ് he was a friend of sinners. He was a friend of the destitutes. ആ ക്രിസ്തുവാണ് നമ്മുടെ, ആ യേശുവാണ് നമ്മുടെ ക്രിസ്തു, നമ്മുടെ രക്ഷകൻ. അതുകൊണ്ടാണ് നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെട്ടവരായി, വിടുവിക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടൊക്കെ ജീവിക്കുന്നത്. ദൈവത്തിന്റെ വലിയ കരുണയാണ്, ദൈവത്തിന്റെ വലിയ ദയയാണ്, ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയാണ്. നമ്മുടെ നീതിയും പ്രവൃത്തിയും നമ്മുടെ കർമ്മത്തിന്റെ വിശുദ്ധിയും ഒന്നുമല്ല നമ്മളെ ന്യായീകരിക്കുന്നത്. മറിച്ച് നമ്മളൊക്കെ കുറവുള്ളവരാ, പാപികളാ, ദോഷികളാ, ബലഹീനരാ. പക്ഷെ ദൈവം നമ്മളെ തേടി വന്നു. അതുകൊണ്ട് നമ്മുടെ ജോലി കുറവില്ലാത്തവരെ അന്വേഷിച്ചു പോകലൊന്നും അല്ല. കാരണം ദൈവം കുറവില്ലാത്തവരെ അന്വേഷിച്ച് വന്ന ദൈവമല്ല, കുറവുള്ളവരെ, നീതിമാന്മാരെയല്ല, പാപികളെ തേടി വന്ന ദൈവം. അതുകൊണ്ട് ആ ഒരു ദൈവത്തെ വിശ്വസിപ്പാൻ, ആ ഒരു ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ദൈവമേ, ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവിക്കായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, എത്രയോ പേർ കർത്താവെ ഞങ്ങൾ കണ്ടും കാണാതെയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, ദൈവമേ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ അനേകരുണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റും അനേകരുണ്ട് കർത്താവെ. അവരെയൊക്കെ ഒന്ന് കാണുവാൻ കർത്താവെ, ഞങ്ങൾ ചെറിയവരാണ് കർത്താവെ, മറ്റുള്ള ചെറിയവരെയും കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളൊക്കെ കുറവുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞങ്ങൾ ബലഹീനരാണ് കർത്താവെ, യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള സന്തോഷത്തോടുകൂടി കർത്താവെ, മറ്റുള്ളവരെ കാണുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ അറിയുവാൻ കർത്താവെ, നീ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ, നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, നീ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകർക്ക് പ്രകാശം പരത്തുന്ന കർത്താവെ,
അനേകർക്ക് കർത്താവെ പുഞ്ചിരി പകരുന്ന നല്ല ജീവിതങ്ങളായിട്ടൊക്കെ ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ നടപ്പിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങൾ പള്ളിയിലൊക്കെ കടന്നു വരുമ്പോഴും കർത്താവെ ഞങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളെ പലപ്പോഴും ഭരിക്കുന്നു. കർത്താവെ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ മടിയുള്ളവർ, കർത്താവെ മറ്റുള്ളവരെ കണ്ടാൽ നോക്കുവാൻ മടിയുള്ളവർ, കർത്താവെ അങ്ങനെ പലതരത്തിൽ പല സ്വഭാവത്തിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവെ. എന്നാൽ അതൊന്നുമല്ല ദൈവികത എന്ന് ചിന്തിക്കുവാൻ, അതൊന്നുമല്ല ദൈവസ്നേഹം എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾ ഓരോ ദിവസത്തെ വചനം കേൾക്കുമ്പോഴും ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, കർത്താവെ ഞങ്ങളെ പകയ്ക്കുന്നവരെ ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതാണ് ദൈവസ്നേഹം, അതാണ് ദൈവികത, അതാണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു കർത്താവെ. സഭയൊക്കെ കർത്താവെ എന്നൊരു സിസ്റ്റമായി മാത്രം കർത്താവെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്നവരും കർത്താവെ സിസ്റ്റമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവെ അങ്ങനെയല്ല കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പരസ്പരം സ്നേഹം പങ്കുവെക്കുവാൻ, കർത്താവെ ഞങ്ങളെക്കാൾ അല്പം ബലഹീനരെന്ന് കാണുന്നവരെ കൂടെ ഉയർത്തുവാൻ, ചേർത്ത് പിടിക്കുവാൻ, കൈക്ക് പിടിച്ച് ചേർന്ന് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് പകരുമ്പോൾ കർത്താവെ ഞങ്ങൾ പഴയതെല്ലാം കർത്താവെ കഴിഞ്ഞു പോയി, പഴയതെല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി കർത്താവെ. ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഇന്നു മുതൽ ഒരു പുതിയ മനസ്സോടുകൂടെ, ഒരു പുതിയ ജീവിതാനുഭവത്തോടുകൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ പ്രിയപിതാവ് ഞങ്ങളെ ഒക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവെ. ധൈര്യത്തോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾക്കതിന് കഴിയുന്നില്ല കർത്താവെ. എന്നാൽ ആ കുറവുകളെയൊക്കെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരത്തിൽ വീണ്ടും ഏൽപ്പിക്കുക കർത്താവെ. അവിടുന്ന് നീ വിടുതൽ കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ കർത്താവെ. ആവശ്യത്തിലിരിക്കുന്നവരെ അവിടുന്ന് നീ കാണണമേ കർത്താവെ. നീ ഒന്ന് നോക്കിയാൽ മതി കർത്താവെ, സൗഖ്യം ഞങ്ങൾക്ക് കടന്നു വരും, സൗഖ്യം ഞങ്ങൾക്ക് ഉറപ്പാണ് കർത്താവെ. ആ ഒരു വിശ്വാസത്തോടുകൂടെ ഞങ്ങളായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നീ അവിടുന്ന് ഞങ്ങളെ കാണണമേ, ഞങ്ങളെ അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നീ അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയുന്ന ദൈവമായിരിക്കാൽ സ്തുതിക്കുന്നു. ഈ നാളുകളിലൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഫാസ്റ്റിംഗ് പ്രയറിന് ിരിക്കുമ്പോൾ ദൈവമേ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്ന ദൈവം നീ മാത്രമായിരിക്കാൽ സ്തുതിക്കുന്നു. ആ വിവേകത്തോടുകൂടി ഞങ്ങൾ മുൻപോട്ട് കടന്നു പോകുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എൽമ എന്ന പിഞ്ചു പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് നീ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ടൊക്കെ സ്തോത്രം കർത്താവെ. ദൈവമേ ഹോപ്പൊക്കെ നഷ്ടപ്പെട്ട് അവളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോഴും ദൈവം തമ്പുരാൻ പൈതലിനോട് കൂടെ ഇരുന്നു. അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകരുടെ പ്രാർത്ഥന ആ പൈതലിന് വിടുതൽ നൽകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവെ, സകലതും നിന്നാൽ സാധ്യമാണ് കർത്താവെ. മനസ്സുരുകുന്നവരുടെ മധ്യേ നിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് സ്തോത്രം കർത്താവെ. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി കർത്താവിനെ സ്നേഹിക്കുവാട്ടക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവിടെ വിടുതലുണ്ട് കർത്താവെ, അവിടെ സൗഖ്യമുണ്ട് കർത്താവെ, അത് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ അതൊക്കെ അനുഭവിച്ചറിയുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരം ബലഹീനമാണ് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ബലഹീനരാണ് കർത്താവെ. പലപ്പോഴും ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഇതെന്ത് എനിക്ക് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യവുമായിട്ട് ഞങ്ങൾ നിരാശപ്പെട്ടു പോകുമ്പോൾ എൻ്റെ ദൈവം പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കരങ്ങളിൽ താങ്ങി നടത്തുന്ന ദൈവമാണ്. ആ ഒരു പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ വരും ദിവസങ്ങളിലും മുൻപോട്ട് കടന്നു പോകുവാൻ, പുതിയ വർഷം ഞങ്ങളുടെ ജീവിതത്തിന് അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുവാൻ പ്രിയപിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ, നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും തിരുസന്നിധിയിൽ മാനിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണം പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് നഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോ
നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും ഇന്നും എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ അഞ്ജുവിനോട്, സങ്കീർത്തനം വായിച്ച് സഹായിച്ച ആലീസ് ആൻറ്റിയോട്, പ്രാർത്ഥനയിൽ നയിച്ച സുഷ ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൺവെൻഷനുമായി ബന്ധപ്പെട്ട് 2 ദിവസം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം ഓൺലൈൻ കൺവെൻഷൻ ഉണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. റിട്രീറ്റിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഈ ഞായറാഴ്ച രാവിലെ 8:30 മണിക്കാണ് ആരാധന. നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഫ്ലാഗ് അൺഫേളിംഗ് സെറമണി കഴിഞ്ഞായിരിക്കും 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. താങ്ക് യു.